നമ്മൾ രാവിലെ മുതൽ ജോലിക്ക് പോയിട്ടെ വൈകിട്ടൊന്ന് മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് ഒന്ന് വിശ്രമിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ. എല്ലാവരും അത് ഒരുപാട് ഇഷ്ടപ്പെടില്ല, അങ്ങനെ ഒരു ആഗ്രഹമില്ല എല്ലാവർക്കും. എന്നാൽ അതിന് പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു ഏരിയയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഷാർജയിൽ അൽ ലയ കനാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ളത്. അത് നല്ല ഒരു അടിപൊളി ആംബിയൻസാണ്. ഒരു ഈ വൈകിട്ടൊരു അസ്തമയ സമയത്തൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നല്ലൊരു വാക്ക് വേണ്ട, ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ സൈക്ലിങ് ചെയ്യാം, നടക്കാം. നമ്മളിപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ടൈമിലാണ് നോക്കി വന്നത്. നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. ഇത് കിഡ്സ് സോണാണ്. ഇവിടെ കുറച്ച് ഊഞ്ഞാലുകളുണ്ട്, കുട്ടികൾക്കുള്ള കുറച്ച് സ്ലൈഡുകളൊക്കെ ഉണ്ട്. ഇത് ചെറിയ ചെറിയ ഷോപ്പുകൾ സൈഡിലിങ്ങനെ കാണാം, ഈ വാക്കുവേയുടെ സൈഡിലായിട്ട്. അതിൽ ചിലതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്, ചിലതിൽ സെയിലൊന്നും ആയിട്ടില്ല, അതൊന്നും സ്റ്റാളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അത് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ അങ്ങനത്തെ ഇതൊക്കെയാണ് ആ ഷോപ്പുകളിൽ കണ്ടത്. മക്കൾക്ക് രണ്ടുപേർക്കും ഈ സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതിൻ്റെ ആ കടലിൻ്റെ വ്യൂവും ആ ഒരു വാക്കുവേയിൽ ഇങ്ങനെ നിന്നിട്ട് കുറച്ച് നേരം നിൽക്കുമ്പോൾ നല്ല കാറ്റും, പിന്നെ നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ആർക്കും സെൽഫി എടുക്കാൻ തോന്നും. നല്ല കാറ്റുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ട് നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ എന്താ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കാഴ്ചകളും ഈ കനാലും കാറ്റും എല്ലാം. കനാല് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇത് ഇത്തിരി വലിയ കനാലായി പോയി അല്ലേ? നാട്ടിലെ ആ കനാലല്ല, ഇത് വേറെ കനാല്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതിൽ ഈ വാക്വേ ആയാലും ഈ കടലിലുള്ള ഒരു തൂണുകളും എല്ലാം LED ലൈറ്റിംഗ് കൊണ്ട് വളരെ വർണ്ണവിസ്മയാക്കിയേക്കണം ഇവർ. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കണ്ണിലേക്ക് അധികം ഇങ്ങനെ വെട്ടടിക്കാതെ ഷെയ്ഡായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കയറി ചെല്ലാൻ പോണതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്, ഒരു കടൽപ്പാലം. അത് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഇങ്ങനെ 2 സൈഡിൽ ഇങ്ങനെ ഇതായിട്ട് കടലിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു പാലമാണിത്, കടലിൽ നിന്ന് എത്തിയിട്ട് ഇങ്ങനെ. അപ്പോൾ അതിൽ ഒരുപാട് പേര് സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ. നല്ല തിരക്കുള്ള ഏരിയയാണ്. നല്ലൊരു ഭയങ്കര വൈബാണത്. പ്രത്യേക ഒരു അത് അനുഭവിച്ച് തന്നെ അറിയണം അവിടെ പോയിട്ട്. ഇതിൻ്റെ ഇടത് ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിലിറങ്ങി നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. ഒട്ടും തീരെ ഒന്നുമില്ല, അങ്ങനെ തീരെ കുറവാണ്. നല്ലൊരു ബീച്ചാണ്. നമ്മളിപ്പോൾ ഈ പാലത്തിൻ്റെ എൻഡിലെത്തി ഗൈസ്. ഇതാണ് ഇതിൻ്റെ അവസാനം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണത്. ഇതൊക്കെ വന്ന് അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. ലൈറ്റിംഗ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടോ വെള്ളത്തിൽ ആ തൂണുകൾ നിൽക്കുന്നുണ്ടല്ലേ. ഇത് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ദുബായിയുടെയും ഷാർജൻ്റെ ഒക്കെ വ്യൂ ഉണ്ട്. അവിടെ നിന്ന് പോയി നിന്ന് ഫോട്ടോ എടുക്കാം. നമ്മളപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ നിന്ന് ആ ലൊക്കേഷനിൽ നിൽക്കുന്ന ഒരു ഫീല് വരും. ടെലിസ്കോപ്പായിട്ടൊരു ലേഡി ഇവിടെ നിൽക്കുന്നുണ്ട്. 10 ദിറംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ചന്ദ്രനെയും ജൂപ്പിറ്ററും ശനി യുറാനസൊക്കെ കാണാൻ പറ്റും.
ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് നിങ്ങൾ കയറി കഴിക്കാതിരിക്കാൻ നല്ലത്. നമുക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടിരായിരിക്കും ഏറ്റവും നല്ലത്. കാരണം സാധാ ഒരു ഷവർമ ഇവിടെ നിന്ന് മേടിക്കണമെങ്കിൽ അതിൻ്റെ 16 ദിറംസാണ്. നമുക്ക് അവിടെ നിന്ന് പുറത്തുനിന്ന് 5 ദിറംസിന് മേടിച്ചുകൊണ്ടിരാം, വന്നിരുന്ന് കഴിക്കാൻ സുഖമായിട്ട്. അല്ല, അവർ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ ഇവിടുത്തെ റെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും അവർ ഇട്ടേക്കുന്നത്. കുറച്ചും കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗ്യാതറിങ് കൂടാനായിട്ട് പറ്റിയ നല്ലൊരു ഏരിയ ഉണ്ട്. ഒരു വിശാലമായൊരു പുൽത്തകിടി ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കാം, കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം, ഫുഡൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.